അമ്മേ ഓ എന്തോ ചെയ്യുവാ? അമ്മ താണ്ടെ കാബേജ് അരിയുന്നു. ഇന്ന് ക്യാബേജ് തോരനാണോ? ഇന്ന് ഇതിന്റെ തോരനാ മോളെ. എല്ലാവർക്കും ഒരു ടാറ്റ കൊടു. അങ്ങനെ അമ്മ നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ട് അമ്മ ക്യാബേജ് ഇരുന്ന് കാര്യമായിട്ട് അരിയുവാണ് കേട്ടോ. അപ്പം ഞാൻ ക്യാബേജ് തോരൻ വെക്കുന്നത് വെള്ളക്കാണ്. എനിക്ക് മഞ്ഞ കളറിൽ ഇരിക്കുന്ന ക്യാബേജ് തോരൻ ഇഷ്ടമല്ല. മഞ്ഞ കളറിൽ ഇരിക്കാൻ മഞ്ഞപ്പൊടി ഇട്ട് അരച്ചാൽ മതി, അങ്ങനെയാണ്. അപ്പം ഞാനിവിടെ എടുക്കുന്ന അരപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മിക്സിയുടെ കുഞ്ഞു ജാറിലേക്ക് തേങ്ങ എടുത്തു, ഒരു വെളുത്തുള്ളി എടുത്തു, ഒരു പച്ചമുളക് എടുത്തു, ജീരകപ്പൊടി ഇട്ടു, ആ അരപ്പിലേക്ക് തന്നെ ഉപ്പും കൂടി ഇട്ടു. അപ്പം നല്ല രീതിയിൽ ഈ തോരനകത്ത് ഉപ്പ് പിടിക്കും, അതിനാണ് കേട്ടോ. അന്ന് ക്രഷ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ക്യാബേജ്, വേണ്ട അരപ്പ്. അപ്പം നമുക്കിനി ക്യാബേജ് തോരൻ തയ്യാറാക്കിയാലോ? നല്ല കല്യാണ സദ്യക്കൊക്കെ കിട്ടുന്നതാണ് ഇരിക്കും ഈ തോരൻ കേട്ടോ. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു, അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിച്ചു, അതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് തന്നെയാണ് നമ്മളുടെ അരപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഒരു 10-15 മിനിറ്റ് നല്ല രീതിയിൽ ചെറു തീക്കകത്ത് മൂടി വെച്ച് വേണം വേവിക്കാൻ കേട്ടോ. ഇങ്ങനെ ഈ വെള്ള കളറിൽ വെക്കുന്ന തോരൻ നല്ല രുചിയാണെന്നേ. ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് കള്ളം പറയല്ല, നിങ്ങളൊരു ട്രൈ ചെയ്ത് നോക്ക്. ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രം എല്ലാം കഴുകണം. ഇനിയും ജോലി കിടക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് ഉച്ചലത്തേക്ക് സോയാബീൻ കറി വെക്കണം, അങ്ങനെയുള്ള കുറേ ജോലികളുണ്ട്. അപ്പോൾ ഈ കഴുകി വെക്കുന്ന പാത്രങ്ങളെല്ലാം അമ്മക്കുട്ടി എന്തുവാണ് എടുത്തുകൊണ്ട് വെയിലത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക. ടാറ്റാ.